വെൽക്കം ബാക്ക്. സർഫസ് കെമിസ്ട്രിയുടെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അഡ്സോർപ്ഷനെ കുറിച്ചാണ്. അഡ്സോർപ്ഷൻ ഓഫ് ഗ്യാസ് ഓൺ സോളിഡ്സ്, അതിൽ ഫിസിക്സ് ഓപ്ഷൻ ആൻഡ് കെമീസ് ഓപ്ഷൻ, അതിൻ്റെ ഡിഫറൻസസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി അഡ്സോർപ്ഷൻ ഓഫ് ഗ്യാസ് ഓൺ സോളിഡ്സ്, അതിൽ ഇഫക്റ്റ് ഓഫ് പ്രഷർ ഓൺ അഡ്സോർപ്ഷൻ. പ്രഷറിൻ്റെ ഇഫക്റ്റ് എന്തായിരിക്കും അഡ്സോർപ്ഷനിൽ? ഒരു ഗ്യാസ് സോളിഡിൽ അഡ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് സോളിഡ് ഇൻ്റർഫേസ് ഫോം ചെയ്യും ആൻഡ് ഹീറ്റ് ഈസ് റിലീസ്ഡ്. അപ്പോൾ ഇവിടെ ഗ്യാസ് സോളിഡിൽ അഡ്സോർബ് ചെയ്യുന്നതിലൂടെ നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഡിക്രീസ് ചെയ്യും, അതിനിടയിൽ ഒരു ഇൻട്രാക്ഷൻ ഡെവലപ്പ് ചെയ്യും. സോ ഇൻ ദി ഫോർവേഡ് ഡയറക്ഷൻ നമ്പർ ഓഫ് മോളിക്യൂൾ ഈസ് ഡിക്രീസിങ്. സോ ആസ് പ്രഷർ ഇൻക്രീസസ് റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ദി ഫോർവേഡ് ഡയറക്ഷൻ. അപ്പം പ്രഷർ കൂടിക്കഴിഞ്ഞാൽ അഡ്സോർപ്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും അല്ലേ? ഗ്യാസ് സോളിഡിൽ അഡ്സോർബ് ചെയ്യുന്നതിലൂടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറയുകയാണ് ചെയ്യുക. ഫ്രീ ആയിട്ടുള്ള ഗ്യാസ് മോളിക്യൂൾസ് സോളിഡിലേക്ക് അട്രാക്ട് ചെയ്ത് അതിനിടയിൽ ഒരു ഇൻട്രാക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ അവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറയുന്നു. സോ ബൈ ഇൻക്രീസിങ് പ്രഷർ റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഇൻക്രീസസ്. ഇനി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ആൻഡ് പ്രഷർ at a constant temperature, that is given by adsorption isotherm. A plot of അല്ലെങ്കിൽ the graph representing extent of adsorption against pressure at a given temperature, that is called adsorption isotherm. Isotherm represents constant temperature. So extent of adsorption is plotted against pressure at a constant temperature, that is called adsorption isotherm. ഇനി ഇവിടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് അഡ്സോർപ്ഷൻ ഐസോതേം ആണ്. x/m is plotted against pressure at different temperatures. ആ ഗ്രാഫ് നോക്കിയാൽ എന്തൊക്കെയാണ് നമുക്ക് അതിൽ നിന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാം? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലുള്ള ഗ്രാഫ് എടുക്കുക. 195 കെൽവിനിലുള്ള ആ ഗ്രാഫ് നോക്കുക. അപ്പോൾ എന്താണ്? പ്രഷർ കൂടുന്നതനുസരിച്ച് എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യും. ഇനി ഒരു ഹൈ പ്രഷർ ആയിക്കഴിഞ്ഞാൽ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ കോൺസ്റ്റൻ്റ് ആവുന്നു അല്ലേ? ഗ്രാഫിൽ പിന്നെ പ്രഷർ കൂടുന്നതനുസരിച്ച് എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ മാറുന്നില്ല. ഇനി അതാണ് അതിലേത് ടെമ്പറേച്ചറിലുള്ള ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാലും extent of adsorption is increasing with the pressure. At moderate pressures and at very high pressures, extent of adsorption becomes constant. ഇനി ടെമ്പറേച്ചർ 3 ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലുള്ള ഗ്രാഫ് അവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. 195 കെൽവിനിൽ നിന്ന് 244 കെൽവിനിലേക്ക് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ് ചേഞ്ച് വരുന്നത്? ദി എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഈസ് ഡിക്രീസിങ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫിസിക്സ് ഓപ്ഷൻ ആണെങ്കിലും കെമീസ് ഓപ്ഷൻ ആണെങ്കിലും അതിൻ്റെ റേറ്റ് കുറയും. 195 കെൽവിനിൽ നിന്നും 244 കെൽവിനിലേക്ക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഡിക്രീസ് ചെയ്യുന്നു അറ്റ് എ ഗിവൺ പ്രഷർ. ഇനി അത് വീണ്ടും 273 കെൽവിനിലേക്ക് മാറുമ്പോഴോ ടെമ്പറേച്ചർ വീണ്ടും 273 കെൽവിനായി ഇൻക്രീസ് ചെയ്യുമ്പോഴോ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഈസ് അഗെയിൻ ഡിക്രീസ്. ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്തൊക്കെ റിലേഷൻ പറയാം? Extent of adsorption is proportional to pressure at a given temperature. Then again, at a given pressure, extent of adsorption decreases with the increase of temperature. അല്ലേ? ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഡിക്രീസ് ചെയ്യുന്നു at a given pressure. That is adsorption isotherm. Graph representing extent of adsorption against pressure at a constant temperature. ഇനി എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ നമ്മൾ x/m എന്ന് റെപ്രസെൻ്റ് ചെയ്യും. എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഈസ് x/m. എക്സ് എന്താണ്? ഇറ്റ് ഈസ് എ മാസ് ഓഫ് അഡ്സോർബേറ്റ് ദാറ്റ് ഈസ് ലിങ്ക്ഡ് ഓൺ ദി സർഫസിലേക്ക് ലിങ്ക് ചെയ്ത ഗ്യാസിൻ്റെ എമൗണ്ട് ആണ് എക്സ്. എം എന്താണ്? ടോട്ടൽ മാസ് ഓഫ് അഡ്സോർബൻറ്റിൻ്റെ ടോട്ടൽ മാസാണ് എം. അപ്പോൾ x/m എന്ത് റെപ്രസെൻ്റ് ചെയ്യും? എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ. ടോട്ടൽ മാസിൽ ടോട്ടൽ അഡ്സോർബൻറ്റിൽ എത്ര എമൗണ്ട് ഗ്യാസ് അഡ്സോർബ് ചെയ്തു അതാണ് x/m, ദാറ്റ് ഈസ് എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ. ഫ്രണ്ട്ലിച്ച് ഇൻ 1909 gives
an empirical relationship between extent of adsorption and pressure at a given temperature. That is called the Freundlich adsorption isotherm. A relationship in a Freundlich adsorption isotherm. And the relation is Freundlich equation is represented as x by m, extent of adsorption, x by m is equal to a constant k into p raised to 1 by n. Extent of adsorption x by m is equal to kp raised to 1 by n, where x is mass of adsorbate അല്ലെങ്കിൽ mass of gas that is adsorbed on the surface. m എന്താണ്? Total mass of adsorbent. So x by m represents extent of adsorption. Then k and n are constants. K യും n ഉം constants ആണ്. It depends on the nature of gas and solid, അല്ലെങ്കിൽ nature of adsorbate and adsorbate. And p is pressure. ഇപ്പോൾ extent of adsorptionും പ്രഷറും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിന് Freundlich adsorption isotherm എന്ന് പറയും. ഇതിൻ്റെ ലോഗരിതമിക് ഫോം എടുത്താൽ log x by m is equal to log a into b is log a plus log b. അപ്പോൾ ഇതിൻ്റെ ലോഗ് എടുത്താൽ എന്ത് വരും? log k plus 1 by n into log p എന്ന് എഴുതാം. അതിന് കാരണം log e raised to x is x into log e. അങ്ങനെയാകുമ്പോൾ log p raised to 1 by n എന്ത് വരും? 1 by n into log p. So the expression is logarithmic form is log x by m is equal to log k plus 1 by n into log p. ഇത് Freundlich equationൻ്റെ logarithmic form ആണ്. This equation is similar to the equation of straight line. എന്താണ് straight line equation? Y equal to mx plus c. The equation of straight line. If x and y are variables, then y is equal to c ക്ക് പകരം ഇതിവിടെ log k ആണ് വരിക, c plus mx എന്ന് എഴുതാം. y equal to c plus mx അല്ലെങ്കിൽ mx plus c. ഇവിടെ y ക്ക് പകരം എന്താണ് വരിക ഈ ഇക്വേഷനിൽ? log x by m. വേരിയബിൾസ് വരിക log x by m and log p are the variables. അപ്പോൾ y is log x by m and x is log p. What is c? log k and m is 1 by n. അപ്പോൾ ഈ Freundlich adsorption isothermൻ്റെ വാലിഡിറ്റി നമുക്കിങ്ങനെ പ്രൂവ് ചെയ്യാം. When log x by m is plotted against log p, if we get a straight line, then this equation is valid. ഇതിനെ പ്ലോട്ട് ചെയ്താൽ കിട്ടുന്ന ഗ്രാഫ് ഇങ്ങനെയാണ്. അപ്പോൾ എന്താണ്? log x by m is when log x by m is plotted against log p, we get the straight line with the slope equal to 1 by n and intercept എന്താണ്? y ആക്സിസിൽ വരുന്ന intercept എന്താണ്? log k. അപ്പോൾ ഈ Freundlich ഇക്വേഷൻ്റെ വാലിഡിറ്റി നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ അല്ലെങ്കിൽ ലോഗരിതമിക് ഫോം ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ കഴിയും. 1 by n വേരീസ് ബിറ്റ്വീൻ 0 and 1. 1 by n പോസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂസ് വരിക അത് 0യ്ക്കും 1നും ഇടയിൽ 1 by n വേരി ചെയ്യും. 1 by n ഈക്വൽ ടു 1. 1 by n ഈക്വൽ ടു 1 ആവണമെങ്കിൽ n എന്തായിരിക്കണം? n ഈക്വൽ ടു 1 അല്ലേ? n 1 ആണെങ്കിൽ 1 by n ഈക്വൽ ടു 1 ആവും. ദെൻ വാട്ട് ഈസ് x by m? x by m ഈസ് ഈക്വൽ ടു k p raised to kp raised to 1 വരും, അല്ലെങ്കിൽ x by m ഈസ് ഈക്വൽ ടു kp. ഇവിടെ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ പ്രഷറിന് പ്രൊപ്പോർഷനിലാണ്. 1 by n വരാവുന്ന വാല്യൂസ് എന്താണ്? 1 by n വേരീസ് ബിറ്റ്വീൻ 0 and 1. 0യ്ക്കും 1നും ഇടയിലാണ് 1 by n വേരി ചെയ്യുക. അപ്പോൾ 1 by n ഈക്വൽ ടു 1 ആണെങ്കിൽ x by m ഈസ് ഈക്വൽ ടു kp ആണെന്ന് പറഞ്ഞു. ദെൻ 1 by n ഈക്വൽ ടു 0. എപ്പോഴായിരിക്കും 1 by n 0 ആവുക? 1 by n ക്യാൻ ബി 0 വെൻ n ഈസ് ഇൻഫിനിറ്റി. n ഇൻഫിനിറ്റി ആണെങ്കിൽ 1 by ഇൻഫിനിറ്റി എന്താണ്? 0 ആയിരിക്കും. സോ 1 by n ഈക്വൽ ടു 0 വെൻ n ഈസ് ഇൻഫിനിറ്റി. അങ്ങനെയാകുമ്പോൾ x by m എന്ത് വരും? when 1 by n equal to 0, x by m is equal to kp raised to 0 അല്ലെങ്കിൽ x by m is equal to k.
Here extent of adsorption is independent of pressure. Extent of adsorption പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷനും പ്രഷറും തമ്മിൽ ഇവിടെ ഡിപ്പെൻഡൻസ് ഇല്ല എന്നുള്ളതാണ് അർത്ഥം അല്ലേ. അതിന് എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ പ്രഷറിനനുസരിച്ച് ചേഞ്ച് ചെയ്യാതെ കോൺസ്റ്റൻ്റ് ആവുന്ന പ്രഷറിന് നമ്മൾ സാച്ചുറേഷൻ പ്രഷർ എന്ന് പറയും. പ്രഷർ എബോവ് വിച്ച് എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഈസ് കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് കോൾഡ് സാച്ചുറേഷൻ പ്രഷർ. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതെർം ദാറ്റ് ഈസ് വാലിഡ് അറ്റ് എ മോഡറേറ്റ് പ്രഷേഴ്സ്. മോഡറേറ്റ് പ്രഷറിലാണ് x/m p⁻⁴ പ്രൊപ്പോർഷനിലാവുക. വെരി ലോ പ്രഷറിൽ x/m പിക്ക് പ്രൊപ്പോർഷനിലാണ്. ഇനി വെരി ഹൈ പ്രഷറിൽ x/m പ്രഷറിന് ഇൻഡിപെൻഡൻ്റ് ആണ്. ആൻഡ് അറ്റ് മോഡറേറ്റ് റേഞ്ച് അല്ലെങ്കിൽ മീഡിയം പ്രഷേഴ്സ് x/m ഈസ് പ്രൊപ്പോർഷണൽ ടു p⁻⁴. അപ്പോൾ നമുക്ക് പറയാം ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതെർം ഈസ് വാലിഡ് അറ്റ് മോഡറേറ്റ് പ്രഷേഴ്സ് ആൻഡ് ഇറ്റ് ഫെയിൽസ് അറ്റ് ഹൈ പ്രഷേഴ്സ്. ഹൈ പ്രഷറിൽ അത് ഫെയിൽ ചെയ്യുന്നു. കാരണം എന്താണ്? x/m ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷർ. ഫ്രണ്ട്ലിച്ച് ഇക്വേഷൻ അനുസരിച്ച് x/m ഈസ് ഈക്വൽ ടു Kp⁻⁴ ആണ്. പക്ഷേ അതൊരു മോഡറേറ്റ് പ്രഷർ അല്ലെങ്കിൽ ഒരു മീഡിയം പ്രഷറിൽ മാത്രമാണ് ഇത് ആപ്ലിക്കബിൾ ആവുക. വെരി ഹൈ പ്രഷറിൽ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷർ and it cannot be explained by Freundlich equation. That is Freundlich adsorption isotherm. Adsorption of gas on solids. അതിൻ്റെ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷനും പ്രഷറും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ദാറ്റ് റിലേഷൻഷിപ്പ് ഈസ് കോൾഡ് അഡ്സോർപ്ഷൻ ഐസോതെർം. അതിനൊരു മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് കൊടുത്തത് അല്ലെങ്കിൽ അതിനെ സാറ്റിസ്ഫാക്ടറി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതെർം ഉപയോഗിച്ചാണ്. വാട്ട് ഈസ് റിലേഷൻ? x/m ഈസ് ഈക്വൽ ടു Kp⁻⁴n, where x/m is extent of adsorption, K and N are constants. And logarithmic form, log x/m is equal to log K plus 1/n into log P. When log x/m is plotted against log P, we get a straight line with the slope equal to 1/n and intercept equal to log K. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് അഡ്സോർപ്ഷൻ ഓഫ് ഗ്യാസ് ഓൺ സോളിഡ് ആണ്. ഇനി അടുത്തത് അഡ്സോർപ്ഷൻ ഫ്രം സൊല്യൂഷൻ. സം സോളിഡ്സ് ക്യാൻ അഡ്സോർബ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഫ്രം സൊല്യൂഷൻ. സൊല്യൂഷനിലുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ മാത്രം ചില സോളിഡ്സ് അഡ്സോർബ് ചെയ്യുന്നു. അതിനാണ് അഡ്സോർപ്ഷൻ ഫ്രം സൊല്യൂഷൻ എന്ന് പറയുക. അഡ്സോർപ്ഷൻ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഫ്രം സൊല്യൂഷൻ. എക്സാമ്പിൾ പറയാമോ? നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇങ്ക് സൊല്യൂഷനിലേക്ക് ചാർക്കോൾ ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? ചാർക്കോൾ ആ ഇങ്ക് പാർട്ടിക്കിൾസിനെ എല്ലാം അഡ്സോർബ് ചെയ്യും. കുറച്ച് സമയം കഴിഞ്ഞ് നോക്കിയാൽ സൊല്യൂഷൻ കളർലെസ് ആയി മാറും. അപ്പോൾ അവിടെ എന്താണ്? ആ സൊല്യൂഷനിലുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ ചാർക്കോൾ അഡ്സോർബ് ചെയ്യുന്നു. അതുപോലെ നമുക്ക് എന്താണ് അസറ്റിക് ആസിഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഓക്സാലിക് ആസിഡ് സൊല്യൂഷൻ, ഇങ്ങനെയുള്ള ആസിഡ് സൊല്യൂഷനിലേക്ക് ചാർക്കോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോൺസെൻട്രേഷൻ വീണ്ടും ചെക്ക് ചെയ്യുക. ചാർക്കോൾ ആഡ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞ് അതിൻ്റെ കോൺസെൻട്രേഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദി കോൺസെൻട്രേഷൻ ഓഫ് അസറ്റിക് ആസിഡ് ഡിക്രീസസ്. ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നതായിട്ട് ഒബ്സർവ് ചെയ്യുക. അപ്പോൾ അതിന് കാരണം എന്താണ്? അസറ്റിക് ആസിഡ് ഈസ് അഡ്സോർബ്ഡ് ബൈ ചാർക്കോൾ. സോ ദി ചാർക്കോൾ ക്യാൻ അഡ്സോർബ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഫ്രം സൊല്യൂഷൻ. അങ്ങനെ ഒരു സൊല്യൂഷനിലുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ അഡ്സോർബ് ചെയ്യുന്നതിനാണ് അഡ്സോർപ്ഷൻ ഫ്രം സൊല്യൂഷൻ. ഇവിടെ നമുക്ക് അഡ്സോർപ്ഷൻ ഓഫ് ഗ്യാസ് ഓൺ സോളിഡിലുള്ള അതേ റിലേഷൻഷിപ്പ് ഇവിടെയും യൂസ് ചെയ്യാം. ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതെർം ക്യാൻ ബി യൂസ്ഡ് ഇൻ അഡ്സോർപ്ഷൻ ഫ്രം സൊല്യൂഷൻ ഓൾസോ. പക്ഷേ അവിടെ നമ്മൾ ഫ്രണ്ട്ലിച്ച് ഇക്വേഷൻ എന്തായിരുന്നു? x/m ഈസ് ഈക്വൽ ടു Kp⁻⁴n. അവിടെ പ്രഷറിന് x/m പ്രഷറിന് പ്രൊപ്പോർഷനിലാണ്. ഇനി സൊല്യൂഷനിൽ നിന്നുള്ള അഡ്സോർപ്ഷൻ ആകുമ്പോൾ എന്താണ്? അവിടെ പ്രഷറിന് പകരം നമുക്ക് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷന് പ്രൊപ്പോർഷണലായിട്ട് എടുക്കാം. ഇവിടെ പ്രഷറിന് പകരം കോൺസെൻട്രേഷനാണ് യൂസ് ചെയ്യുക. സോ x/m ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. ആൻഡ് ദ റിലേഷൻഷിപ്പ് ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതെർം for adsorption from solution is x/m is equal to Kc⁻⁴n. x/m is extent of adsorption, K and N are constants and C is a concentration of solution. അപ്പോൾ ഇവിടെ പ്രഷറിന് പകരം കോൺസെൻട്രേഷൻ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഗ്യാസ് ഓൺ സോളിഡ് പോലെ തന്നെയാണ്. ഇനി ഇതിൻ്റെ ലോഗരിതമിക് ഫോം എടുത്താൽ
log x by m equal to log k plus 1 by n into log c. ഇതും y equal to mx plus c ക്ക് സിമിലർ ആണ്. yക്ക് പകരം എന്ത് എഴുതാം? log x by m. c intercept is log k and mx. m എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ആണ്, 1 by n ആണ്. സോ വെൻ log x by m is plotted against log c, we get a straight line with the slope equal to 1 by n and intercept equal to log k. So adsorption from solution, it is similar to adsorption of gas on solid. What are the characteristics of adsorption from solution? Here also the adsorption decreases with the increase of temperature. Adsorption rate temperature കൂടുന്നതനുസരിച്ച് adsorption rate കുറയും. കാരണം അത് exothermic ആണ് ഏത് adsorption. So rate of adsorption decreases with the increase of temperature. Then here also the rate of adsorption depends on nature of adsorbate and adsorbent. And here the rate of adsorption is proportional to concentration of solution. Solution concentration proportional ആണ് extent of adsorption അല്ലെങ്കിൽ rate of adsorption. It depends on surface area of adsorbent. Surface area of adsorbent increases, rate of adsorption increases. അതുകൊണ്ടാണ് ഫൈനലി പൗഡേർഡ് ചാർക്കോൾ ആണ് അഡ്സോർപ്ഷന് വേണ്ടി യൂസ് ചെയ്യുക. സോ റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഇൻക്രീസസ് വിത്ത് സർഫസ് ഏരിയ ഓഫ് അഡ്സോർബൻറ്റ്. എന്തൊക്കെയാണ്? റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഈസ് അഡ്സോർപ്ഷൻ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. ദെൻ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് adsorbate and adsorbent. Then it is proportional to concentration. Extent of adsorption is proportional to concentration of solution. Then it increases, rate of adsorption increases with the surface area of adsorbent. അപ്പോൾ നമ്മൾ അഡ്സോർപ്ഷനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയി പഠിച്ചു. ഒരു സർഫസ് ഫിനോമിനനായ അഡ്സോർപ്ഷൻ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതുപോലെ ടെമ്പറേച്ചർ പ്രഷറിൻ്റെ ഒക്കെ ഇഫക്റ്റ് പറഞ്ഞു. അഡ്സോർപ്ഷൻ ഐസോത്തേം, അതുപോലെ അഡ്സോർപ്ഷൻ ഫ്രം സൊല്യൂഷൻ. ഇനി അഡ്സോർപ്ഷനിലെ ബാക്കി ആപ്ലിക്കേഷൻസ് ഓഫ് അഡ്സോർപ്ഷൻ. വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് അഡ്സോർപ്ഷൻ? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ കുറേയൊക്കെ പറഞ്ഞതാണ് ആപ്ലിക്കേഷൻസ്. ടു ക്രിയേറ്റ് ഹൈ വാക്വം ക്രിയേറ്റ് ചെയ്യാൻ അഡ്സോർപ്ഷൻ യൂസ് ചെയ്യും. ചില എക്സ്പെരിമെൻറ്റ്സിലൊക്കെ എന്താണ് കംപ്ലീറ്റ് ഗ്യാസ് ഹൈലി ഇവാക്വേറ്റഡ് ആയിട്ടുള്ള വെസൽസ് വേണം. അതിനുവേണ്ടി ഒരു വാക്വം പമ്പ് ഉപയോഗിച്ച് വെസലിനെ നമുക്ക് ഇവാക്വേറ്റ് ചെയ്യാം. എന്നാലും അതിനകത്ത് ട്രേസസ് ഓഫ് എയർ ഉണ്ടാവും. അതിനെ റിമൂവ് ചെയ്യാൻ ചാർക്കോൾ യൂസ് ചെയ്യാം. ചാർക്കോൾ അഡ്സോർബ്സ് ദി ട്രേസസ് ഓഫ് ഗ്യാസസ് ഇൻസൈഡ് ദി വെസൽ ആൻഡ് വി ക്യാൻ പ്രൊഡ്യൂസ് ഹൈലി ഇവാക്വേറ്റഡ് വെസൽസ്. അല്ലെങ്കിൽ ഹൈ വാക്വം ക്രിയേറ്റ് ചെയ്യാൻ അഡ്സോർപ്ഷൻ യൂസ് ചെയ്യുന്നു. അഡ്സോർപ്ഷൻ ഈസ് യൂസ്ഡ് ഇൻ ഗ്യാസ് മാസ്ക്. അതിനകത്ത് ചാർക്കോൾ ഫില്ലിങ്സ് ഉണ്ട്. ദെൻ ദി ചാർക്കോൾ അഡ്സോർബ്സ് ദി പോയ്സണസ് ഗ്യാസസ്. ഇപ്പോൾ അണ്ടർഗ്രൗണ്ട്സിലൊക്കെയുള്ള പോയ്സണസ് ഗ്യാസസ്, ഡിഫറെൻറ്റ് പോയ്സണസ്, അതായത് ഈസിലി ലിക്വിഫൈബിൾ ആയിട്ടുള്ള പോയ്സണസ് ഗ്യാസസ് ഉണ്ടാവും. അമോണിയയും HCl അതുപോലെയുള്ള ഡിഫറെൻറ്റ് ഗ്യാസസ് ഉണ്ട്. അതിനെല്ലാം അഡ്സോർബ് ചെയ്ത് റിമൂവ് ചെയ്യും. അതേസമയം ഓക്സിജൻ, ഹൈഡ്രജൻ, അതുപോലെ ഓക്സിജനെ ഒന്നും അഡ്സോർബ് ചെയ്യുന്നില്ല ഗ്യാസ് മാസ്ക് അല്ലെങ്കിൽ ചാർക്കോൾ. കാരണം അത് എന്താണ് പെർമനൻറ്റ് ഗ്യാസാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഈസിലി ലിക്വിഫൈബിൾ ഗ്യാസ് ആർ റെഡിലി അഡ്സോർബ്ഡ് കമ്പയർഡ് ടു പെർമനൻറ്റ് ഗ്യാസ്. അപ്പോൾ ഓക്സിജനെ അഡ്സോർബ് ചെയ്യുന്നില്ല ഗ്യാസ് മാസ്ക്. എന്നാണ് അവിടെ അണ്ടർഗ്രൗണ്ട്സിലുള്ള പോയ്സണസ് ഗ്യാസിനെ മാത്രം അഡ്സോർബ് ചെയ്യുന്നു. കൺട്രോൾ ഓഫ് ഹ്യൂമിഡിറ്റി കൺട്രോളിന് അഡ്സോർപ്ഷൻ യൂസ് ചെയ്യും. നമ്മൾ അത് ഫസ്റ്റ് പറഞ്ഞതാണ്. സിലിക്ക ജെൽ ഈസ് യൂസ്ഡ് ആസ് എ ബെസ്റ്റ് അഡ്സോർബൻറ്റ്. ഇറ്റ് ക്യാൻ അഡ്സോർബ് മോയ്സ്ചർ. അപ്പോൾ പല എക്സ്പെരിമെൻറ്റ്സ് നടത്തുമ്പോഴും ഒക്കെ എന്താണ് ഡ്രൈ ആക്കാൻ അല്ലെങ്കിൽ ഈർപ്പം കംപ്ലീറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് സിലിക്ക ജെൽ ഈസ് യൂസ്ഡ് ആസ് എ ഡ്രൈയിങ് ഏജൻറ്റ്. സോ വി ക്യാൻ കൺട്രോൾ ഹ്യൂമിഡിറ്റി. ദെൻ ഇൻ ക്രൊമറ്റോഗ്രാഫി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അഡ്സോർപ്ഷൻ ക്രൊമറ്റോഗ്രാഫി. എന്തായിരുന്നു ക്രൊമറ്റോഗ്രാഫി? സെപ്പറേഷൻ ഓഫ് കമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഇൻറ്ററാക്ഷൻ ടുവേർഡ്സ് സ്റ്റേഷനറി ഫേസ് ആൻഡ് മൊബൈൽ ഫേസ് ആണ് ക്രൊമറ്റോഗ്രാഫി. ഇപ്പോൾ ക്രൊമറ്റോഗ്രാഫിയിൽ നമ്മൾ അഡ്സോർപ്ഷൻ ക്രൊമറ്റോഗ്രാഫിയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക.
അതിൽ തന്നെ കോളം ക്രൊമറ്റോഗ്രാഫി ഉണ്ട്, തിൻ ലെയർ ക്രൊമറ്റോഗ്രാഫി ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കോളത്തിൽ കോളം ഓഫ് അഡ്സോർബൻറ്റ് യൂസ് ചെയ്യും. അതിലേക്കാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട മിക്സർ ആഡ് ചെയ്യാം. സോ ദി കമ്പോണൻസ് ആർ ഗെറ്റിംഗ് അഡ്സോർബ്ഡ് ഓൺ ദി അഡ്സോർബൻറ്റ്. അഡ്സോർപ്ഷൻ്റെ റേറ്റ് വെച്ചിട്ടാണ് സെപ്പറേഷൻ നടത്തുക. സോ ഇൻ ക്രൊമറ്റോഗ്രാഫിക് സെപ്പറേഷൻ അഡ്സോർപ്ഷൻ ഈസ് യൂസ്ഡ്. ഇനി അതുപോലെ കറ്റാലിസിസ്, അത് നമ്മളിനി അടുത്ത സെക്ഷൻ പഠിക്കുന്ന കറ്റാലിസിസ് ആണ്. ഹെട്രോജീനിയസ് കറ്റാലിസിസിൽ അഡ്സോർപ്ഷൻ യൂസ് ചെയ്യും. ഹെട്രോജീനിയസ് കറ്റാലിസിസ് എന്ന് പറഞ്ഞാൽ സോളിഡ് കാറ്റലിസ്റ്റ് യൂസ്. അവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് സോളിഡാണ്. സോളിഡിൻ്റെ സർഫസിലേക്ക് റിയാക്റ്റൻറ്റ് മോളിക്യൂൾസ് അഡ്സോർബ് ചെയ്താണ് കാറ്റാലിസിസ് നടക്കുക. അതിൻ്റെ ഡീറ്റെയിലായിട്ട് നമ്മളിനി അടുത്ത സെക്ഷനുകളിൽ പഠിക്കും. സോ ഇൻ ഹെട്രോജീനിയസ് കറ്റാലിസിസ് the reactant molecules are adsorbed on the surface of solid catalyst. So adsorption is used in heterogeneous catalysis. Then in curing diseases, ചില ഡിസീസസ് ക്യൂറിങ്ങിന് വേണ്ടിയിട്ട് അഡ്സോർപ്ഷൻ ടെക്നിക്ക് യൂസ് ചെയ്യും. അതായത് ദി ഡ്രഗ്സ് ആർ ഗെറ്റിംഗ് അഡ്സോർബ്ഡ് ഓൺ ദി ടാർഗറ്റ്. ജെംസിലേക്കൊക്കെ ഡ്രഗ്സ് അഡ്സോർബ് ചെയ്യപ്പെട്ട് അതിൻ്റെ സർഫസിൽ അഡ്സോർബ് ചെയ്യപ്പെട്ട് അതിനെ ഡിസ്ട്രോയ് ചെയ്യും. അതുപോലെ സെപ്പറേഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസസ്. ഇനേർട്ട് ഗ്യാസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇനേർട്ടാണ്, കെമിക്കലി റിയാക്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ കെമിക്കൽ ഇനേർട്ട് ഗ്യാസസിന് ഏതാണ്ട് സിമിലർ പ്രോപ്പർട്ടീസാണ്. സോ ദി സെപ്പറേഷൻ ഈസ് ഡിഫിക്കൽട്ട്. സാധാരണ ഉപയോഗിക്കുന്ന ടെക്നിക്സ് ഒന്നും ഉപയോഗിച്ച് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. ബട്ട് ദർ റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഈസ് ഡിഫറെൻറ്റ്. ഈ ഇനേർട്ട് ഗ്യാസസിൻ്റെ അഡ്സോർപ്ഷൻ റേറ്റ് ഡിഫറെൻ്റ് ആണ്. അല്ലെ, ഗ്യാസിൻ്റെ നേച്ചറിനനുസരിച്ച് അഡ്സോർപ്ഷൻ മാറും. സോ ഇനേർട്ട് ഗ്യാസസ് ഹാവ് ഡിഫറെൻറ്റ് റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ. സോ ഡിപ്പെൻഡിങ് ഓൺ റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ദേ ക്യാൻ ബി സെപ്പറേറ്റഡ്. അതുപോലെ സൊല്യൂഷനിൽ നിന്നും കളറിംഗ് പാർട്ടിക്കിൾസിനെ അഡ്സോർബ് ചെയ്യുന്നു. അതെന്താണ്? ഷുഗർ സൊല്യൂഷനിൽ കൂടി ഷുഗറിൻ്റെ പ്രിപ്പറേഷനിൽ ഷുഗർ സൊല്യൂഷനിൽ ലൈറ്റ് യെല്ലോ കളേർഡാണ്. അത് ചാർക്കോൾ ബെഡ്സിൽ കൂടി പാസ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്? അതിലുള്ള കളറിംഗ് പാർട്ടിക്കിൾസിനെ അഡ്സോർബ് ചെയ്ത് റിമൂവ് ചെയ്യും. അപ്പോൾ അങ്ങനെ സൊല്യൂഷനിലുള്ള കളറിംഗ് പാർട്ടിക്കിൾസിനെ അഡ്സോർബ് ചെയ്ത് റിമൂവ് ചെയ്യാനും അഡ്സോർപ്ഷൻ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നു. So adsorption from solution also. So that are the different applications of adsorption. ഇത് കൂടാതെ അഡ്സോർപ്ഷന് വേറെയും ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ കളക്ട് ചെയ്യുക, ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് കളക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഡ്സോർപ്ഷനുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ഇപ്പോൾ ഒരു വളരെ ഇമ്പോർട്ടൻ്റായ വളരെ ഈസി ആയിട്ടുള്ള ഒരു സർഫസ് ഫിനോമിനനാണ് അഡ്സോർപ്ഷൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അഡ്സോർപ്ഷൻ്റെ ഇഫക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഓൺ അഡ്സോർപ്ഷൻ, എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷനും പ്രഷറും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേം, അതുപോലെ അഡ്സോർപ്ഷൻ ഫ്രം സൊല്യൂഷൻ അതിനെ എക്സ്പ്രസ് ചെയ്യുക എങ്ങനെയെന്ന് പറഞ്ഞു. അതുപോലെ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് അഡ്സോർപ്ഷൻ. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് വേറൊരു സർഫസ് ഫിനോമിന കറ്റാലിസിസ് അതുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.